ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയും ചേരുന്നുണ്ട്. ശ്രീ ഷാഫി, വെള്ളാപ്പള്ളി ഇത് തുടങ്ങിയത് ഇന്നും ഇന്നലെയും അല്ല, അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ, നേരത്തെ ഷുക്കൂർ പറഞ്ഞതുപോലെ, ഇപ്പോഴത്തെ പ്രസക്തി എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഏത് തരത്തിലൊക്കെ വെള്ളാപ്പള്ളി ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തിനെ മുസ്ലിങ്ങളെയൊക്കെ പറയുന്നുണ്ട്, അത് എങ്ങനെയൊക്കെയാണ് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ വളർത്തിവിടാനും സാധിക്കുന്നതല്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ വൈരുദ്ധ്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമാവുന്നില്ല. അദ്ദേഹം വെറുതെ ഇപ്പോഴും പറയുന്ന എന്താണ് ഞങ്ങൾക്ക് ഒരു കൊച്ചു പള്ളിക്കൂടം പോലും തന്നില്ല. SNDPയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 2002 മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ അഡ്വക്കേറ്റ് N. സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന കാലത്ത് സ്ഥാപിച്ച ഒരു കോളേജ് ഉണ്ട്. ഇപ്പോൾ അവിടെ ഉണ്ട്, നോക്കിയാൽ കാണാം. 10 കൊല്ലം പിണറായി വിജയന്റെ കാല് തക്കി നടന്നിട്ട് അയാൾക്ക് എന്ത് കിട്ടി? അയാൾ കൊണ്ടുവന്നൊരു സ്ഥാപനം പറയട്ടെ, ഞങ്ങളെ കാലത്ത് കൊടുത്തതല്ലേ. പിന്നെ എന്ത് കണ്ടിട്ട് അയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? മലപ്പുറത്ത് എത്തിയപ്പോൾ വേറെ ഏതോ രാജ്യത്ത് പോയതായി കണ്ടു. അയാൾ പറഞ്ഞു ഞാൻ ലീഗിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മലപ്പുറത്ത് വന്നപ്പോൾ വേറെ രാജ്യത്ത് പോയി അനുഭവിക്കുണ്ടായി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ലീഗ് വിമർശനമാകുക? അത് മലപ്പുറം ജില്ലയോടുള്ള വിമർശനമല്ലേ? മലപ്പുറത്തെ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും വീർപ്പ് കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നാണ് വീർപ്പ് കൂട്ടുന്നത്? വ്യക്തമാക്കി പറയണം. മുസ്ലിം കമ്മ്യൂണിറ്റിനെ തന്നെ അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അയാൾക്ക് അതൊന്നും അയാളോട് ഏശാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുന്ന ഒരാൾക്ക് പക്ഷെ അപ്പുറത്തെ കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പം ഇടതുപക്ഷത്തിന്റെ കാര്യം താങ്കളോട് ചോദിക്കുന്നു എന്ന് കരുതരുത്. കാരണം എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ വീഴ്ച, തോൽവി, അതിന്റെ ഒരു കാരണമായിട്ട് വെള്ളാപ്പള്ളിയെ തന്നെ എടുത്തു പറയുന്നുണ്ട്. അത് CPM-കാർ തന്നെ പറയുന്നുണ്ട്, നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ, വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയത്, വെള്ളാപ്പള്ളിക്ക് സ്വീകരണം നൽകിയതെന്നൊക്കെ പറയുന്നുണ്ട്. അത് വിലയിരുത്തലിലേക്ക് ഇപ്പോഴും അവർ കടന്നിട്ടില്ല, എന്തൊക്കെയാണ് തോൽവിയുടെ വീഴ്ചകൾ എന്നുള്ളതിലേക്ക്. പക്ഷേ കടന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ 6 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് വായ അടപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക? അല്ല, അതിപ്പോ തോറ്റ് എന്ന് അംഗീകരിച്ച് തരുന്നവരാണെങ്കിലല്ലേ ഇടതുപക്ഷം അതൊന്നും അംഗീകരിച്ച് തരാൻ പോകില്ല. അതുകൊണ്ട് ഒരു നയമിട്ട് തിരുത്തുമെന്ന് നമ്മളവരോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഓലൊന്നും തിരുത്തണ്ട, അങ്ങനെ തന്നെ മുന്നോട്ട് പോയാലും സുഖമായിട്ട് 100 സീറ്റ് വാങ്ങിയ UDF അധികാരത്തിൽ. വെള്ളാപ്പള്ളിമാരൊക്കെ എത്ര വേണം കഴിച്ചിട്ടോട്ടെ, കാരണം ഇവിടെ ഉത്ഭുതരായ ജനതയാണ്. ഇതൊരു മലയാളിയുടെ ബോധ്യത്തിന് നേരെയുള്ള ഒരു പല്ലിളിക്കൽ അവർ നടത്തുന്നു. ഇങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? അത്രയധികം മോശക്കാരാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. വിദ്യാഭ്യാസവും മതേതര ബോധവും നല്ല വിജ്ഞാനമുള്ള മനുഷ്യരായ കേരളത്തിലുള്ളത്. വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല, കാരണം അത്ര തവണ അദ്ദേഹം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിലും കാര്യമില്ലാതാവുന്ന ഘട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ ഷാഫി ചാലിയം.